ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആകുലപ്പെട്ടതുകൊണ്ട് ആയുസ്സിൻ്റെ ദൈർഘ്യം ഒരു മുഴുവെങ്കിലും നീട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? ആകുലത മനുഷ്യ ജീവിതത്തെ വളരെയേറെ നെഗറ്റീവായി സ്വാധീനിക്കുകയും അവൻ്റെ ജീവിതത്തിൻ്റെ പുരോഗതി നശിപ്പിക്കുകയും ചെയ്യുന്നൊരു കാര്യമാണ്. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 27-ാം വചനം ഇങ്ങനെയാണ്: ആകുലപ്പെട്ടതുകൊണ്ട് ആയുസ്സിൻ്റെ ദൈർഘ്യം ഒരു മുഴുവെങ്കിലും നീട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ എന്ന്. നാളത്തെ കാര്യം എങ്ങനെയാകുമെന്ന ഉത്കണ്ഠ, ഇപ്പോൾ ഞാൻ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം എങ്ങനെയായി തീരുമെന്നുള്ളതിൻ്റെ ഒരു ഉത്കണ്ഠ, അത് എൻ്റെ ജീവിതത്തിൽ ഒരു ഭയമായി മാറുകയാണ്. അതുകൊണ്ട് ആകുലത എൻ്റെ ജീവിതത്തെ ബാധിച്ചാൽ, നമ്മുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ ആകുലത കടന്നു വന്നാൽ നമ്മുടെ പോസിറ്റീവായ എല്ലാ എനർജി അതുകൊണ്ട് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കഴിവ് 3 പോലും പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധിക്കില്ല. ഒരു 100 കിലോ വെയിറ്റ് എടുക്കാൻ കഴിയുന്ന ഒരാൾക്ക് ഒരു 25 കിലോ അല്ലെങ്കിൽ 30 കിലോ ഒക്കെ എടുക്കാൻ ഒരു പക്ഷേ സാധിക്കും എന്ന് പറഞ്ഞാൽ, അതുപോലെ നമ്മുടെ കഴിവ്, ക്രയശേഷി, നന്മകളൊക്കെ ചോർന്നു പോകുന്ന വലിയ ഇടമാണ് ആകുലത. അതുകൊണ്ട് ആകുലത നമ്മുടെ ജീവിതത്തെ എല്ലാ വിധത്തിലും ബാധിക്കുമെന്നുള്ളത് കൊണ്ട് ഓരോ ദിവസവും അതിൻ്റെ ക്ലേശങ്ങൾ മതി. വരാൻ പോകുന്ന ഇങ്ങനെ ദുരിതങ്ങളെപ്പറ്റി ധ്യാനിച്ചിട്ട് നമ്മുടെ ക്രയശേഷി കളഞ്ഞ് പോസിറ്റീവ് എനർജി നശിപ്പിച്ച് നമ്മൾ മറ്റു വിധത്തിലേക്ക് തരം താഴ്ന്നു പോകാൻ ഇടവരും. അത് മറ്റു വിധത്തിൽ പരാജയപ്പെടാൻ ഇടവരും. എന്ന് പറഞ്ഞാൽ ഇരുമ്പിനെ തുരുമ്പ് ബാധിക്കുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ എവിടെ ഇതുപോലെ ആകുലത കടന്നുകൂടുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നന്മകളും അതോട് ചോർന്നു പോവുകയാണ്. ഇങ്ങനെ നന്മകൾ ജീവിതത്തിലേക്ക് ചോർന്നു പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രശ്നമാണ്. അത് പരിഹരിക്കാൻ നമുക്ക് ഒരേ ഒരു മാർഗ്ഗമുള്ളൂ: പ്രത്യാശ, പോസിറ്റീവ് എനർജി കൊണ്ട് നിറയുക, ആകുലതയ്ക്ക് എതിരെ പടപൊരുതുക, ദൈവത്തോട് ചേർന്നിരിക്കുക. ഈശോമേ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ.